ഗൈസ് നമസ്കാരം. അപ്പോൾ ഒരു നീണ്ട ഇടവേളകൾക്ക് ശേഷം ഏകദേശം നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിൽ ഇതാ വീഡിയോ ആയിട്ട് വരികയാണ്. നമ്മളിപ്പോൾ ഉള്ളത് വാഗമണാണ്. വാഗമണിൽ ഏകദേശം ഒരു 15 കിലോമീറ്ററോളം കട്ടപ്പനയിലോട്ട് മാറിയിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇന്നലെ നമ്മൾ താമസിച്ചിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിലാണ്. ICS എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര്. അത്യാവശ്യം എന്താ പറയുക, അടിപൊളി ഒരു വൈബിലിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ കംപ്ലീറ്റ് വരുന്നത് ടോട്ടൽ 3 കാറ്റഗറി റൂംസാണ് ഈ ഒരു ഒറ്റ ബിൽഡിങ്ങിൽ നിൽക്കുന്നത്. അതിന് നമുക്ക് ഡീലക്സ് കാറ്റഗറി റൂം വരുന്നുണ്ട്. നമ്മുടെ ബേസ് കാറ്റഗറി ഡീലക്സ്, പിന്നെ ഏറ്റവും ടോപ്പിൽ വരുന്നത് സ്യൂട്ട് റൂംസ് ആണ്. പിന്നെ ഈ കാണുന്നതെല്ലാം കംപ്ലീറ്റ് കോട്ടേജസ് ആണ്. പിന്നെ ഇത് നമുക്ക് ഹണിമൂൺ കോട്ടേജസ് ആണ്. ഇവിടെ ഈ കാണുന്നത് കംപ്ലീറ്റ് നമുക്ക് ഒരു 4 ഹണിമൂൺ കോട്ടേജ് വരുന്നുണ്ട്. അതേപോലെ നമുക്കൊരു ചെറിയൊരു തിയേറ്റർ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. കിഡ്സിൻ്റെ പ്ലേയിങ് ഏരിയ, ഈ കാണുന്ന ഫിറ്റ്നസ് സെൻ്റർ ആണ്. അതേപോലെ നമുക്ക് അപ്പുറത്തെ റെസ്റ്റോറൻറ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിലെ നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ICSലെ വാഗമണിലെ നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇവിടെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ആ ഒരു ഹണിമൂൺ ഹട്ട് വരുന്നത്. നമുക്ക് ഇതേപോലെയുള്ള ഈ കാണുന്ന പോലെ സിംഗിൾ കോട്ടേജസ് ആണ് നമുക്ക് ഈ ഹണിമൂൺ ഹട്ട് വരുന്നത്. അതേപോലെ നമുക്കൊരു 4 യൂണിറ്റ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് നമുക്ക് ഇൻഡിവിജ്വലി നിൽക്കുന്ന 4 കോട്ടേജസ് ആണ്. അത്യാവശ്യം നല്ല പ്രൈവസി ആയിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കപ്പിളായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൈവസിയോട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഇവിടുത്തെ ഈ ഒരു ഹണിമൂൺ ഹട്ട്. കണ്ടില്ല, ഇതേപോലെ 4 ഹട്ടാണ് നമുക്ക് വരുന്നത്. കംപ്ലീറ്റ് ടീ പ്ലാന്റേഷൻ ആണ്. ഇത് നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് AC റൂം, അതായത് നമ്മുടെ ബേസ് കാറ്റഗറി വരുന്നതാണ് ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് AC റൂം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. എല്ലാ റൂമിലും കംപ്ലീറ്റ് നമുക്ക് ഗ്ലാസ് ആണ്. എല്ലാ റൂമിൽ നിന്ന് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് വരുന്നത്, ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡിലേക്കും വരുന്നത് കംപ്ലീറ്റ് ടീ പ്ലാന്റേഷൻ ആണ്. ഇത് നേരെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ക്യാമ്പ് ഫയർ ഏരിയ, പിന്നെ അതേപോലെ കിഡ്സിൻ്റെ ഒരു പ്ലേയിങ് ഏരിയ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള ഡീലക്സ് കാറ്റഗറി റൂമാണ്. ഇത് അത്യാവശ്യം നിങ്ങളൊരു ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഇതാട്ടോ സംഭവം. നമുക്ക് ഇവിടെ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ലിവിങ് ഏരിയ വരുന്നുണ്ട്. നേരെ ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാഷ്റൂം, നേരെ ഇതിൻ്റെ ഒരു കോമൺ സ്പേസിൽ തന്നെ നമുക്ക് വാഷ്റൂം വരുന്നത്. ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു റൂമിൽ നമുക്ക് സെപ്പറേഷൻ ആയിട്ട് വരുന്നുണ്ട്. ഇത് കണ്ട് നമുക്കിത് ആ ഒരു റൂമിലേക്കുള്ള ഒരു എൻട്രിയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ബെഡ്റൂം വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. അതേപോലെ ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു 2 പേർക്ക് ഒരു എക്സ്ട്രാ ബെഡ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രൈവസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഈ ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ എല്ലാ റൂമിൻ്റെയും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വ്യൂ തന്നെയാണ്. എല്ലാം കംപ്ലീറ്റ് ഇവർ ഗ്ലാസ്സിൽ കവർ ചെയ്തേക്കുന്നുണ്ടിട്ട് തന്നെ സംഭവം അസാധ്യ വ്യൂ ആണ്. കംപ്ലീറ്റ് ടീ പ്ലാന്റേഷൻ ആണ്. ഇത് കണ്ടില്ല, അടിപൊളി മൗണ്ടൻ വ്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഡീലക്സ് കാറ്റഗറി വരുന്ന റൂം. ഇത് നമ്മുടെ ഇവിടുത്തെ സ്യൂട്ട് കാറ്റഗറി റൂമാട്ടോ. സ്യൂട്ട് കാറ്റഗറി റൂം ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് നല്ല അസാധ്യ വ്യൂ ആണ്. മറ്റേ നമുക്കെല്ലാം പ്ലാന്റേഷൻ വ്യൂ ആണ്, പക്ഷേ ഇത് നമുക്ക് പക്ക മൗണ്ടൻ വ്യൂ ആണ്. ഇതാണ് നമുക്ക് ആ ഒരു സ്യൂട്ട് റൂമിൽ നിന്നുള്ള ഒരു വ്യൂ. സ്യൂട്ട് റൂം എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളി റൂമാണ്. നല്ല സ്പേഷ്യസ് ആണ് റൂം, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്.
നമ്മുടെ ഇവിടുത്തെ ആ ഒരു ഫിറ്റ്നസ് സെൻ്റർ ആണ്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിൽക്കുന്നുണ്ട്. ക്ലൈമറ്റ് വൈസ് എപ്പോഴും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഇവിടുത്തെ ആ ഒരു ഫിറ്റ്നസ് സെൻ്റർ ആയിരുന്നതാണ്. ഫിറ്റ്നസ് സെൻ്റർ ഇതാണ് ഇവിടുത്തെ ആ ഒരു ഫിറ്റ്നസ് സെൻ്റർ വരുന്നത്. ഇത് നമുക്ക് നേരെ സൈഡിൽ തന്നെ നമുക്ക് പൂളും വരുന്നത്. പൂളും ഫിറ്റ്നസ് സെൻ്റർ എല്ലാം നമുക്ക് അടുത്തടുത്താണ്. ഇത് നമുക്ക് ഇവിടെ നേരെ പൂളാണ്. പൂളിലേക്ക് ഇവിടെ നമുക്ക് ആ ഒരു ഫിറ്റ്നസ് സെൻ്റർ നേരെ വ്യൂ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്കുള്ള ഒരു വ്യൂ ആണ് ഇത് കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു തിയേറ്റർ സെറ്റപ്പ് വരുന്നത്. അത്യാവശ്യം സെറ്റാണ്. തിയേറ്റർ സെറ്റപ്പ് അത്യാവശ്യം അടിപൊളിയാട്ടോ. നിങ്ങൾ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഏകദേശം ഒരു 40-50 പേര് വരെ നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് സാധിക്കും. 7 മണി തൊട്ട് 8 മണി വരെ നമുക്ക് അവിടെ ഒരു DJ പ്രോഗ്രാം ഡെയിലി നമുക്കൊരു 4 റൂമിന് മുകളിലുണ്ടെങ്കിൽ DJ പ്രോഗ്രാം നമുക്ക് അവിടെ ഉണ്ടാവും. അതെല്ലാം നിങ്ങളുടെ ഓൺ റിക്വസ്റ്റിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്കിപ്പം എന്തെങ്കിലും സിനിമയൊക്കെ നിങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ മീറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഓൺ റിക്വസ്റ്റിൽ തന്നെ ചെയ്തു തരും. അത് നമുക്ക് എക്സ്ട്രാ ചാർജബിൾ ആയിരിക്കും. അതെല്ലാം സംഭവം നൈസൊരു ഓപ്ഷനാണ്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. കിടിലം പ്രോപ്പർട്ടിയാണ്. നമുക്ക് കംപ്ലീറ്റ് തേയിലത്തോട്ടമാണ്. ഈ കാണുന്ന പോലുള്ള തേയിലത്തോട്ടമാണ് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ടുള്ളത്. പിന്നെ അതേപോലെ എന്താ പറയുക, തേയിലത്തോട്ടത്തിൻ്റെ ഒത്ത നടുവിൽ നല്ല ക്ലൈമറ്റിൽ ഇപ്പോൾ ഉച്ചക്കൊരു 2 മണി സമയമാണ്. 2 മണിക്ക് ഇവിടെ കംപ്ലീറ്റ് കോടിറങ്ങി നിൽക്കുന്ന ഒരു രീതിക്കുള്ള ക്ലൈമറ്റാണ്. ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്പർ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അതൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം വിളിക്കേണ്ട നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിളിക്കുക, ഒന്ന് അടിച്ച് പൊളിക്കുക.